നമസ്കാരം. സ്വാഗതം നിലപാടിലേക്ക്. പൊതു തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ CAA എന്ന വിഭജന നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന മോദി സർക്കാർ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിലും വികസനമോ ജനക്ഷേമമോ പറഞ്ഞ് ജനങ്ങളെ നേരിടാൻ ഞങ്ങൾക്ക് ധൈര്യമില്ലെന്ന്. എന്നും എല്ലായ്പ്പോഴും ഞങ്ങളുടെ തുറുപ്പുചീട്ട് മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ വിഭജിക്കലാണെന്ന് അവർ ആവർത്തിച്ചു പറയുന്നു. പൗരത്വം എന്നത് ഒരിക്കലും മതത്തിൻ്റെ പേരിൽ നിശ്ചയിക്കപ്പെടാൻ പാടില്ല എന്ന് എഴുതിവെച്ച ഭരണഘടനയുള്ള ഈ നാട്ടിൽ ആ ഭരണഘടനാ സത്തയെ പടിക്ക് പുറത്താക്കിക്കൊണ്ടാണ് മുസ്ലിങ്ങളെ മാത്രം ഒഴിവാക്കിയുള്ള പുതിയ പൗരത്വ നിയമ ഭേദഗതി മോദി സർക്കാർ നടപ്പാക്കിയിരിക്കുന്നത്. ആദ്യം CAA, പിന്നീട് സെൻസസ്, അതും കഴിഞ്ഞാൽ NRC എന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതായത് വലിയൊരു ജനവിഭാഗത്തെ പൗരത്വത്തിൻ്റെ പേരിൽ പുറന്തള്ളാനുള്ള ബൃഹത് പദ്ധതിയുടെ തുടക്കമാണ് ഇതെന്ന് നിസ്സംശയം പറയാം. CAA മുസ്ലിം വിരുദ്ധമല്ല എന്ന് പറയുന്ന BJP നേതൃത്വവും ആ പ്രചാരണത്തിൽ കുടുങ്ങിയ നിഷ്കളങ്ക നാട്യക്കാരും തിരിച്ചറിയേണ്ട അപകടവശങ്ങൾ എന്തൊക്കെയാണ്? മോദി അമിത്ഷാ സഖ്യം സ്വാർത്ഥ നേട്ടങ്ങൾക്കായി ചെയ്തു കൂട്ടുന്ന ഹിന്ദുത്വ പദ്ധതികൾ നമ്മുടെ രാജ്യത്തിൻ്റെ അടിവേരിളക്കുന്നത് എങ്ങനെയായിരിക്കും? അതിരുവിട്ട ഈ പോക്ക് ബാധിക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രമായിരിക്കുമോ? ഗുരുതരമായ ഈ ചോദ്യങ്ങൾ പരിശോധിക്കുകയാണ് ഇത്തവണ നിലപാട്. സ്വാഗതം. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് മതപീഡനത്തിൻ്റെ പേരിൽ ഓടിപ്പോരേണ്ടി വരുന്നവരെ സംരക്ഷിക്കാനും അവർക്ക് അഭയം നൽകാനുമാണ് മോദി ഭരണകൂടം പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കുന്നത്. അഭയാർത്ഥികളെ സ്വീകരിക്കൽ എന്നത് വിശാല മാനവികതയുടെ ഭാഗമാണ്. പക്ഷേ അങ്ങനെ കൈയടിക്കാൻ ഒരു നിലയ്ക്കും കഴിയാത്ത വിധം ഹീനമായ ഉദ്ദേശങ്ങളാണ് മോദി ഭരണകൂടത്തിനുള്ളത് എന്ന് തുടക്കത്തിൽ തന്നെ കാണാം. കാരണം അയൽ രാജ്യങ്ങളെ തെരഞ്ഞെടുത്തത് മുതൽ അവിടെ നിന്ന് വരുന്നവരിൽ ആർക്കൊക്കെ പൗരത്വം നൽകും എന്നതിൽ വരെ വളരെ കുടിലമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പ്രകടമാണ്. 2019 പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമപ്രകാരം അയൽ രാജ്യങ്ങളിൽ മതപരമായ പീഡനം നേരിടുന്ന 6 ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്കാണ് പൗരത്വത്തിന് അർഹതയുള്ളത്. 2014 ഡിസംബർ 31 മുൻപ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കാണ് പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള അർഹത. അതായത് ഇന്ത്യയുടെ എല്ലാ അയൽ രാജ്യങ്ങളെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒന്ന്, അതെന്തുകൊണ്ടാണ് എല്ലാ അയൽ രാജ്യങ്ങളെയും ഉൾപ്പെടുത്താത്തത്? മോദി സർക്കാർ അതിന് യുക്തിസഹമായ ഉത്തരം ഒരിക്കലും നൽകുന്നില്ല. പക്ഷെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കതിൻ്റെ ഉള്ളുകള്ളി പിടികിട്ടും. അയലത്തുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെ മാത്രമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെ നിന്നൊക്കെ മതപീഡനം മൂലം ഓടിപ്പോകേണ്ടി വരുന്നത് മുസ്ലിങ്ങൾ അല്ലാത്തവർക്കായിരിക്കുമെന്നാണല്ലോ സാധാരണ മനസ്സിലാവുക. അതായത് മുസ്ലിം നാടുകളിൽ നിന്ന് ഓടി വന്ന മുസ്ലിങ്ങളല്ലാത്തവർക്കേ ഞങ്ങൾ പൗരത്വം കൊടുക്കൂ എന്നാണ് BJP ഭരണകൂടത്തിൻ്റെ പ്രഖ്യാപനം. ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ അർഹതയുള്ളൂ എന്ന് ക്ലിപ്തപ്പെടുത്തുക വഴി ഒരു നിലയ്ക്കും മുസ്ലിം ജനവിഭാഗത്തിന് ഈ ആനുകൂല്യം കിട്ടരുത് എന്നുറപ്പിക്കുന്നു ഭരണകൂടം. അതുവഴി മുസ്ലിം ജനസാമാന്യത്തിന് ഒരുവിധ സഹായവും ചെയ്യുന്ന ഭരണകൂടമല്ല ഞങ്ങളെന്ന സന്ദേശം ഇന്ത്യൻ പൊതുസമൂഹത്തിന് നൽകുകയാണോ സംഘപരിവാരം? അതുവഴി ഉണ്ടാകുന്ന വിഭജനമാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മതപീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളാണ് സർക്കാരിൻ്റെ പരിഗണനയെങ്കിൽ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമെല്ലാം മതപീഡനം അനുഭവിക്കുന്ന ചെറു മുസ്ലിം ഗ്രൂപ്പുകളെ അവഗണിച്ചത് എന്തിനാണ്? അയൽ രാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിയതിലും ഈ ദുരുദ്ദേശ പദ്ധതി കാണാം. തമിഴ് ന്യൂനപക്ഷങ്ങൾ വലിയ വിവേചനവും പീഡനവും അനുഭവിക്കുന്ന ശ്രീലങ്കയെ ഈ പട്ടികയിൽ ചേർത്തിട്ടില്ല.
തമിഴ്നാട്ടിൽ ഉയർന്നു വരുന്ന വലിയ പ്രതിഷേധങ്ങൾക്കുള്ള കാരണങ്ങളിലൊന്ന് ഇതുകൂടിയാണ്. നേരിട്ട് അതിർത്തി പങ്കിടുന്ന ചൈനയിൽ നിന്ന് മതപീഡനം അനുഭവിച്ചു വരുന്നവരെയും നമ്മൾ ഇവിടെ കയറ്റില്ല. ലോകത്ത് മതപീഡനത്തിൻ്റെ പേരിൽ കുപ്രസിദ്ധി ആർജിച്ച രാജ്യമാണ് നമ്മുടെ അയൽരാജ്യമായ മ്യാൻമർ. അവിടെ നിന്ന് ജീവൻ കയ്യിൽ പിടിച്ച് ഓടി വരുന്നവരെയും ഇന്ത്യയിൽ കയറ്റില്ല എന്നാണ് നമ്മുടെ ഭരണകൂടം പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഇന്ത്യയുമായി നേരിട്ട് അതിർത്തി പങ്കിടാത്ത അഫ്ഗാനിസ്ഥാനെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇതുവഴി വിശാലമായ മാനവിക ബോധമല്ല, മറിച്ച് മതപരമായ വിഭജന ചിന്ത മാത്രമാണ് നമ്മുടെ ഭരണകൂടത്തെ നയിക്കുന്നത് എന്ന് സുവ്യക്തം. CAA മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പൗരന്മാരെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. എന്നാൽ ഇന്ത്യയിൽ പൗരത്വം കാത്തു കഴിയുന്ന നിരാലംബരായ മനുഷ്യരിൽ മുസ്ലിങ്ങൾ ഒഴികെ മറ്റെല്ലാവർക്കും പൗരത്വത്തിന് അപേക്ഷിക്കാം എന്ന നിയമം നഗ്നമായ മതവിവേചനമല്ലാതെ മറ്റെന്താണ്? CAA വെറും CAA ആയി മാത്രം കണ്ടാൽ പോരാ എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. 2019 CAA അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അമിത്ഷാ നടത്തിയ ഒരു പ്രഖ്യാപനം ഓർത്താൽ അതിലുണ്ട് എല്ലാം. ക്രോണോളജി സംജിയെ എന്നായിരുന്നു അമിത്ഷായുടെ ആ പറച്ചിൽ. അതിൻ്റെ ക്രോണോളജി, അതിൻ്റെ ഗണന അത് ഓർത്തു വെച്ചോളൂ. CAA, NPR, NRC എന്നിവ നടപ്പാക്കാൻ പോവുകയാണ്. ആദ്യം CAA, പിന്നീട് സെൻസസ്, അത് കഴിഞ്ഞാൽ NRC. ആദ്യം പൗരത്വ നിയമ ഭേദഗതി, അതായത് മുസ്ലിങ്ങൾ ഒഴികെയുള്ളവർക്കേ പൗരത്വത്തിന് അപേക്ഷിക്കാൻ കഴിയൂ എന്ന നിയമം ആദ്യം നടപ്പാക്കുന്നു. അതിനുശേഷം എല്ലാവരുടെയും പൗരത്വം പരിശോധിക്കുന്നു. ശരിയായ രേഖകൾ ഇല്ലാത്തവരെയെല്ലാം പൗരത്വരഹിതരാക്കുന്നു. പൗരത്വം തെളിയിക്കാനുള്ള രേഖകൾ എന്തായിരിക്കണമെന്ന് ഭരണകൂടം വേറെ നിശ്ചയിക്കുന്നുണ്ട്. ആരായിരിക്കും ഈ രാജ്യത്ത് പൗരത്വ പരിശോധനയുടെ സങ്കീർണതകൾ അനുഭവിക്കേണ്ടി വരികയെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ അസം മാതൃകയിൽ കോടാനുകോടി മനുഷ്യർ പൗരത്വത്തിന് പുറത്തായി പോയേക്കാം. ഞങ്ങളുടെ മാതൃരാജ്യത്ത് നിന്ന് എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും കണ്ടെത്തി നാട് കടത്തുമെന്നാണ് അമിത്ഷാ അതിനെക്കുറിച്ച് പറഞ്ഞത്. അസമിൽ NRC നടപ്പാക്കിയപ്പോൾ പൗരത്വം നഷ്ടപ്പെട്ടത് 1 കോടിയിലധികം പേർക്കാണ്. കോടതി ഇടപെടലടക്കം പരിഗണിച്ച് വീണ്ടും ഉദാര സമീപനത്തോടെ പരിശോധിച്ചപ്പോഴും 19 ലക്ഷം മനുഷ്യർ പൗരത്വത്തിന് പുറത്തായിപ്പോയി. അതിലും പക്ഷേ BJPക്ക് നിന്നു വിയർക്കേണ്ടി വന്നു. കാരണം അവിടെ പൗരത്വം നഷ്ടപ്പെട്ട 19 ലക്ഷത്തിൽ 15 ലക്ഷവും ഹിന്ദുക്കളായിരുന്നു. അതോടെയാണ് മുസ്ലിങ്ങൾ അല്ലാത്തവർക്കെല്ലാം മതപീഡനത്തിൻ്റെ ന്യായം പറഞ്ഞ് പൗരത്വത്തിന് അർഹതയുണ്ടാകുമെന്ന പുതിയ നിയമ ഭേദഗതി വരുന്നത്. അല്ലാതെ രക്ഷയില്ലായിരുന്നു BJPക്ക് എന്നതാണ് സാരം. അഖണ്ഡ ഭാരതത്തിൽ പീഡിപ്പിക്കപ്പെട്ട എല്ലാ മതന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കാനും അവർക്ക് അഭയം നൽകാനും ഞങ്ങൾക്ക് കടമയുണ്ട് എന്നാണ് അമിത്ഷാ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ അഖണ്ഡ ഭാരതത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ പാകിസ്ഥാനെ പൂർണ്ണാർത്ഥത്തിൽ ഉൾപ്പെടുത്താൻ അമിത്ഷായും മോദിയും തയ്യാറല്ല. അവിടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ഹസാരകൾ, ഷിയാകൾ, അഹമ്മദിയകൾ തുടങ്ങിയ മുസ്ലിം ചെറു ഗ്രൂപ്പുകളെ പീഡിത വിഭാഗമായി അംഗീകരിക്കാൻ അമിത്ഷാ തയ്യാറാകുന്നതേയില്ല. ഹിന്ദുക്കളാണ് എല്ലായിടത്തെയും പീഡിതവർഗം എന്ന് സ്ഥാപിക്കാൻ വിചിത്രവും വ്യാജവുമായ കണക്കുകളാണ് അമിത്ഷാ നിരത്തുന്നത്. അതിലേക്ക് വരുന്നതിന് മുൻപ് അഖണ്ഡ ഭാരതത്തിലെ മറ്റ് രാജ്യങ്ങളെയും കൂടി നോക്കണം. ശ്രീലങ്കയാണ് അതിൽ പ്രധാനം. തമിഴ് ന്യൂനപക്ഷങ്ങളായ മനുഷ്യർ ഏറ്റവും അധികം പീഡനം അനുഭവിക്കുന്ന നാടാണ് ശ്രീലങ്ക. പക്ഷേ അവിടെ നിന്ന് പീഡിതരായ തമിഴരെ ഇന്ത്യയിൽ കയറ്റാൻ അനുവദിക്കില്ല എന്നതാണ് മോദി സർക്കാരിൻ്റെ നയം. എന്തേ ശ്രീലങ്ക അഖണ്ഡ ഭാരതത്തിൽ പെടുന്നില്ല എന്നുണ്ടോ? അവർക്ക് ഭാരതഭൂവിൻ്റെ പൈതൃകം അവകാശപ്പെടാനാകില്ല എന്നതാണെങ്കിൽ അതിനുള്ള കാരണവും കൂടി വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് BJP നേതൃത്വത്തിന് കഴിയണമല്ലോ. മതപീഡനത്തിന് കുപ്രസിദ്ധി ആർജിച്ച രാജ്യമാണ് നമ്മുടെ അയൽദേശമായ മ്യാൻമർ. അവിടെ നിന്നുള്ള റോഹിംഗ്യക്കാർ വർഷങ്ങളായി ഇന്ത്യയിലെ സെറ്റിൽമെൻറ്റുകളിൽ കഴിയുന്നവരുണ്ട്. അവരെയും പീഡിത ജനവിഭാഗമെന്ന പേരിൽ അംഗീകരിക്കാത്തതിന് പിന്നിൽ മതപരമായ വിവേചനമെന്ന ചിന്തയല്ലാതെ മറ്റെന്താണ്? ചൈനയിൽ നിന്ന് ഓടിപ്പോരുന്നവരെയും കയറ്റില്ല എന്നാണ് നിലപാട്. അയൽ രാജ്യങ്ങളെയാണ് പരിഗണിക്കുന്നത് എന്ന് പറയുന്നവർ നമ്മളുമായി നേരിട്ട് അതിർത്തി പങ്കിടാത്ത അഫ്ഗാനിസ്ഥാനെ
പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. മോദിക്കും അമിത്ഷായ്ക്കും വിശാലമായ മാനവ സ്നേഹമല്ല ഉള്ളിലുള്ളത് എന്ന് വ്യക്തം. വിചിത്രവും വിവേചനം നിറഞ്ഞതുമായ ഈ പൗരത്വ നിയമം നടപ്പാക്കുന്നത് നിറയെ വ്യാജങ്ങൾ നിരത്തിക്കൊണ്ടുകൂടിയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ ആ വ്യാജ പ്രചാരണത്തിൻ്റെ മുന്നിലുണ്ട്. അയൽ രാജ്യമായ പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യഘട്ടത്തിൽ 24% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അത് 2% കുറഞ്ഞുവെന്നും അമിത്ഷാ അടക്കമുള്ള BJP നേതാക്കൾ ആവർത്തിച്ചു പറയുന്നുണ്ട്. ഈ വ്യാജത്തിൻ്റെ പിന്നിലുള്ള വസ്തുത എന്താണ്? സ്വാതന്ത്ര്യലബ്ധിയുടെ ഘട്ടത്തിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് കൂടി ചേർന്ന പ്രദേശമായിരുന്നു. എന്നാൽ പാകിസ്ഥാനും ബംഗ്ലാദേശും രണ്ടായി മാറിയതോടെ അവിടുത്തെ ഹിന്ദു ജനസംഖ്യയിലും സ്വാഭാവികമായ കുറവുണ്ടായി. ഇത് മറച്ചുവെച്ചുകൊണ്ടാണ് പാകിസ്ഥാനിൽ ഹിന്ദു ന്യൂനപക്ഷത്തിൻ്റെ എണ്ണം ഭയാനകമാം വിധം കുറഞ്ഞു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഒരു ഉദാഹരണം നോക്കിയാൽ ഇന്ത്യയിലെ പഞ്ചാബിൽ 1931 കണക്കുകൾ പ്രകാരം 52.4% മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 2001 സെൻസസ് പ്രകാരം 1.56% മാത്രമാണ്. അത് അവിടുത്തെ മുസ്ലിങ്ങളെയെല്ലാം കൊന്നു തള്ളിയതുകൊണ്ടല്ല, മറിച്ച് 1947 വിഭജന സമയത്ത് അവിടുത്തെ മുസ്ലിം ജനസംഖ്യയിൽ നല്ല ശതമാനവും പാകിസ്ഥാനിലേക്ക് പോയതുകൊണ്ടാണ്. ഈ സംഗതികളെ മറച്ചുവെച്ചുകൊണ്ട് വ്യാജ ആഖ്യാനങ്ങളുമായി സർക്കാർ തന്നെ ഇറങ്ങിയാൽ ദുരന്തം എന്നല്ലാതെ മറ്റൊന്നും അതിനെ വിളിക്കാൻ കഴിയില്ല. ആധുനികവും പുരോഗമനപരവും എന്നൊക്കെ വിളിച്ച് രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളിൽ അധികവും മുസ്ലിം വിരുദ്ധമാകുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് പൗരത്വ നിയമ ഭേദഗതി. മുത്തലാഖിലും ഏക സിവിൽ കോഡ് ചർച്ചകളിലുമെല്ലാം മുസ്ലിം വിരുദ്ധതയുടെ പദ്ധതി ആസൂത്രണം നമുക്ക് കാണാൻ കഴിയും. CAA ഉത്തമം എന്ന് പറയുന്നവർ ഒറ്റ നോട്ടത്തിലുള്ള അതിലെ പിഴവുകളെ കാണാതിരിക്കുകയോ മനഃപൂർവ്വം മറച്ചുവെക്കുകയോ ചെയ്യുകയാണ്. ഒന്ന്, ഈ നിയമം എല്ലാ മതന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കുന്നില്ല. എല്ലാ അയൽക്കാർക്കും ഇത് ബാധകവുമല്ല. 2, അനധികൃത കുടിയേറ്റക്കാരെയും പീഡിപ്പിക്കപ്പെടുന്നവരെയും വേർതിരിക്കുക എന്ന പ്രക്രിയ സർക്കാർ എങ്ങനെ നിറവേറ്റും എന്നത് ഒരു പ്രധാന ചോദ്യമാണ്. മതപീഡന രാജ്യങ്ങളെന്ന് ചില രാജ്യങ്ങളെ മാത്രം രേഖപ്പെടുത്തുകയും മറ്റുള്ളവയെ ഒഴിവാക്കുകയും ചെയ്യുന്നത് വിദേശകാര്യ നയത്തിൻ്റെ അപക്വതയായി വിലയിരുത്തപ്പെടുകയും ബന്ധങ്ങളെ അത് ബാധിച്ചേക്കാമെന്നും ചില വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. സമത്വത്തിൽ അധിഷ്ഠിതമായ ജനങ്ങളുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തെ അടിസ്ഥാനമാക്കിയുള്ള ജനാധിപത്യമാണ് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന സമത്വ സങ്കല്പം മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാത്തരം വർഗീകരണത്തിനും എതിരാണ്. മതസമത്വം എന്ന അടിസ്ഥാന ലക്ഷ്യം നേടിയെടുക്കാൻ ന്യൂനപക്ഷങ്ങളെ സവിശേഷമായി കരുതണമെന്ന വിഭാവനമാണ് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്നത് തന്നെ. ഭരണഘടനയുടെ ഈ സമത്വാശയത്തിൻ്റെ മേലെ കൂടിയാണ് പുതിയ പൗരത്വ നിയമം കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത്. എല്ലാ മേഖലകളിലെയും വിവേചനം ഭരണഘടന സൂക്ഷ്മമായി തന്നെ തടഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് ആവർത്തിച്ചോർക്കണം. ആർട്ടിക്കിൾ 14, 15, 16, 25, 26, 325, 326 എന്നിങ്ങനെയുള്ള വിവിധ വ്യവസ്ഥകളിലൂടെ എല്ലാ മേഖലകളിലെയും അസമത്വത്തെ ഭരണഘടന തടയുകയാണ്. അതിലെ പൗരത്വവുമായി ബന്ധപ്പെട്ട അധ്യായം പരിശോധിക്കേണ്ടതാണ്. പൗരത്വത്തിൻ്റെ കാര്യത്തിൽ മതത്തിൻ്റെ ഏതുതരം ഇടപെടലിനെക്കുറിച്ചും കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായ മൗനം പാലിക്കുകയാണ്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകണമെന്ന് എവിടെയും പറയുന്നില്ല, വാദിക്കുന്നില്ല ഭരണഘടന. അതെല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്നു. അതിർത്തികൾ കടന്ന് വൻതോതിലുള്ള കുടിയേറ്റം നടക്കുന്ന കാലത്ത് വിഭാവനം ചെയ്ത വ്യവസ്ഥകളാണിത് എന്നതുകൂടി ഓർക്കണം. ഇന്ത്യയിൽ നിന്ന് പടിഞ്ഞാറൻ പഞ്ചാബിലേക്കോ കിഴക്കൻ പാകിസ്ഥാനിലേക്കോ കുടിയേറിയവർ മതന്യൂനപക്ഷത്തിൽപ്പെട്ടവരാണെന്ന് പോലും അന്നത്തെ വസ്തുതകൾ വെച്ച് അനുമാനിക്കണം. എന്നിട്ടും നാം, നമ്മുടെ പൂർവികർ ഭരണഘടന എഴുതിയത് ഇങ്ങനെയാണ്. വിഭജനത്തിൻ്റെ ചൂട് കാലത്ത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരെ തിരികെ കൊണ്ടുവരാനും തിരികെ വരുമ്പോൾ പൗരത്വം നേടാനും ഭരണഘടനയുടെ സൃഷ്ടാക്കൾ അനുവദിച്ചു. ആർട്ടിക്കിൾ 7 പരിശോധിച്ചാൽ അത് മനസ്സിലാവും. ആർട്ടിക്കിൾ 6ഉം 7ഉം ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള കുടിയേറ്റങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. എന്നാൽ അവയിലൊന്നും മതപരമായ പക്ഷപാതം പരാമർശിക്കുന്നേയില്ല.
ഭരണഘടനയ്ക്ക് തൊട്ടു പിന്നാലെ നടപ്പാക്കിയ 1955 പൗരത്വ നിയമത്തിലും മതത്തെക്കുറിച്ച് മൗനം അവലംബിക്കാൻ നിയമത്തിൻ്റെ സൃഷ്ടാക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പൗരത്വ നിയമത്തിലെ വ്യവസ്ഥകളിലൊന്നും പൗരത്വം നൽകുന്നതിനോ അല്ലെങ്കിൽ അത് പിൻവലിക്കുന്നതിനോ മതത്തെ പരാമർശിച്ചിട്ടില്ല. എന്നാൽ CAAയിൽ അനധികൃത കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുന്നതിനുള്ള പ്രാഥമിക മാനദണ്ഡം മതമാണ്. അതിലെ വിഷലിപ്തമായ ഭാഗം എന്തെന്നാൽ, തിട്ടപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് വന്ന മറ്റെല്ലാ അനധികൃത കുടിയേറ്റക്കാർക്കും 2014 മുൻപ് വന്നവരാണെങ്കിൽ മുസ്ലിങ്ങൾ ഒഴികെ അവർക്കെല്ലാം പ്രത്യേക വഴിയിലൂടെ ഇന്ത്യൻ പൗരത്വം നേടാൻ കഴിയും. നിസ്സംശയമായും മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഈ വേർതിരിവ് നമ്മുടെ ഭരണഘടനയിൽ ഒളിച്ചേർത്തിരിക്കുന്ന സമത്വത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും അടിവേരിളക്കലാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾക്ക് ഒരിക്കലും മതപീഡനത്തിൻ്റെ ഇരകളാകേണ്ടി വരുന്നില്ലെന്ന് CAA ഏകപക്ഷീയമായി അനുമാനിക്കുകയാണ്. ഇത് വസ്തുതാപരമായി ശരിയല്ല. അഹമ്മദിയകളുടെയും ഹസാരകളുടെയും പീഡനം ഉദാഹരണമാണ്. പട്ടികയിൽ പറയുന്നതിനപ്പുറമുള്ള രാജ്യങ്ങളിലെ ഹിന്ദുക്കൾ ഒരിക്കലും പീഡിപ്പിക്കപ്പെടുന്നില്ലെന്നും അമിത്ഷായുടെ CAA വസ്തുതാവിരുദ്ധമായും ഏകപക്ഷീയമായും ഉറപ്പിക്കുന്നു. മതപരമായ പീഡനം എന്നതിന് ഒരു നിർവചനവുമില്ല എന്നത് ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. മതപീഡനത്തിന് ഇരയായത് ആരാണെന്ന് നിർണ്ണയിക്കാൻ ഒരു മാനദണ്ഡവുമില്ല. CAA ഇക്കാര്യത്തിൽ നിശബ്ദത പാലിക്കുകയാണ്. അതിനാൽ വിഭജനം മൂലമുണ്ടാകുന്ന മതപരമായ പീഡനവുമായി CAA ബന്ധിപ്പിക്കുന്നത് തികച്ചും യുക്തിരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. വിഭജനത്തിൻ്റെ ഭാഗമായി പീഡിപ്പിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വിഭജനവുമായി അഫ്ഗാനിസ്ഥാന് എന്താണ് ബന്ധം? മതപീഡനം അനുഭവിക്കുന്നവരെക്കുറിച്ചുള്ള യഥാർത്ഥ ആശങ്കയാണെങ്കിൽ പിന്നെ എന്തിനാണ് മതത്തിൻ്റെയോ രാജ്യങ്ങളുടെയോ അടിസ്ഥാനത്തിൽ അവരെ വേർതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് സമാനമായ മാനുഷിക പരിഗണന ശ്രീലങ്കയിൽ നിന്നുള്ള ഹിന്ദുക്കൾക്കും ഭൂട്ടാനിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾക്കും നിഷേധിക്കപ്പെടുന്നത്? മ്യാൻമറിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവരിൽ ഹിന്ദുക്കൾ പോലുമുണ്ട്. ഹിന്ദുക്കളുടെ അവകാശത്തെക്കുറിച്ച് ആവേശഭരിതരാകുന്ന BJP അവരെ എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തത്? ഈ ചോദ്യങ്ങൾക്കൊന്നും BJP സർക്കാർ ഒരിക്കലും നേരായ വഴിക്ക് ഉത്തരം പറയുന്നേയില്ല. നോക്കൂ, 1951 ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി കൺവെൻഷനിലോ 967 പ്രോട്ടോക്കോളിലോ ഒപ്പുവെക്കാത്ത രാജ്യമാണ് ഇന്ത്യ. അതായത് അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. എന്നാൽ CAA നടപ്പാക്കുക വഴി അനധികൃത കുടിയേറ്റക്കാരുടെ വരവിനെല്ലാം നിയമപരിരക്ഷ കിട്ടാൻ പോവുകയാണ്. ഹിന്ദുക്കളെയും സിഖുകാരെയും മറ്റും അനധികൃത കുടിയേറ്റക്കാരായി കണക്കാക്കില്ല. അവരുടെ പൗരത്വ അപേക്ഷാ നടപടികൾ അതിസങ്കീർണമാകാനും പോകുന്നില്ല. CAAയുടെ യുക്തി മുസ്ലിങ്ങൾക്കെതിരായ മതപരമായ പക്ഷപാതത്തെ പരസ്യപ്പെടുത്തുന്നതാണ്. 1950 പാകിസ്ഥാൻ സർക്കാരുമായി നമ്മൾ ഉണ്ടാക്കിയ ലിയാഖത്ത് നെഹ്റു ഉടമ്പടിയുടെ വിശദാംശം കൂടി പരിശോധിക്കേണ്ടതാണ്. അതിലെ 2 സംഗതികൾ ഇനി പറയുന്നതാണ്. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഗവൺമെൻറ്റുകൾ അവരുടെ ന്യൂനപക്ഷങ്ങളോട് ബഹുമാനത്തോടെയും പൗരത്വത്തിൻ്റെ സമ്പൂർണ്ണ തുല്യതയോടെയും പെരുമാറാൻ ബാധ്യസ്ഥരാണ്. ന്യൂനപക്ഷങ്ങൾക്ക് അവസരം, സുരക്ഷിതത്വം, പൊതുജീവിതത്തിലെ പങ്കാളിത്തം എന്നിവയിൽ സമത്വം ഉറപ്പാക്കണമെന്ന് അത് വ്യവസ്ഥപ്പെടുത്തുന്നു. ഈ ഉടമ്പടി എന്നത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള കേവലമായ കരാർ മാത്രമല്ല. ഇന്ത്യ എന്ന മതേതര ജനാധിപത്യ ബഹുസ്വര രാഷ്ട്രം ലോകത്തോട് ചെയ്യുന്ന പ്രതിജ്ഞ കൂടിയാണ് അത്. എന്നാൽ ഈ ഉടമ്പടി സൂക്ഷ്മമായി വായിച്ചാൽ അതിൻ്റെ ലംഘനമാണ് CAA എന്നുകൂടി കാണാം. ഈ കരാറിലും മതം എവിടെയും കാണാനാവില്ല. മതം പരിഗണിക്കാതെ തന്നെ അതിൻ്റെ പ്രദേശത്തുടനീളമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വത്തിൻ്റെ ഭാഗമായ സമ്പൂർണ്ണ സമത്വം ഉണ്ടാക്കാൻ രാജ്യം സമ്മതിക്കുന്നതാണ് കരാർ. അതാണ് അതിൻ്റെ അടിസ്ഥാന വാചകം. CAA പക്ഷേ ഈ സ്പിരിറ്റിന് അനുസൃതമാണോ? അല്ലേ അല്ല. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുടെ സ്രഷ്ടാക്കൾ വിഭാവനം ചെയ്തതിന് വിരുദ്ധമായ വിവേചന നയത്തിലേക്ക് ചുവടുമാറിക്കഴിഞ്ഞു 10 വർഷം നാട് ഭരിച്ച BJP സർക്കാർ. പാകിസ്ഥാനെ പോലെയുള്ള ഒരു മതരാഷ്ട്രവുമായുള്ള വിഭജനത്തിൻ്റെ മഹാദുരന്തത്തിലൂടെ കടന്നുപോയിട്ടും നമ്മുടെ ഭരണഘടനയോ പൗരത്വ നിയമമോ ഒരിക്കലും പൗരത്വത്തിന് മതത്തെ അടിസ്ഥാനമാക്കിയില്ല. പക്ഷേ നമ്മുടെ പുതിയ ഭരണകൂടത്തിന് സകലതിലും മതപരമായ ഉള്ളടക്കത്തെ വിളക്കിച്ചേർക്കാനാണ് തിടുക്കമെന്നത് മഹാദുരന്തം. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ആത്മാവിനെ കശക്കേറിയുന്ന അതിക്രിയകൾ ഐക്യവും സമാധാനവും
ശാന്തിയുമായിരിക്കും കൊണ്ടുവരിക എന്ന് ഈ സർക്കാർ വിചാരിക്കുന്നുണ്ടോ? ഭരണകൂടത്തിന് ഇതിൽ കേവലമായ വോട്ട് രാഷ്ട്രീയമേ ഉണ്ടാകൂ. പക്ഷെ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തെ നിലനിർത്താനുള്ള ബാധ്യതയുണ്ട്. ഭരണഘടനാശയത്തെ, ബഹുസ്വര ജനാധിപത്യത്തെ നിലനിർത്താനുള്ള യജ്ഞത്തിൽ രാജ്യത്തെ മുഴുവൻ ആളുകളും അണിനിരക്കേണ്ട സവിശേഷ മുഹൂർത്തമാണ് ഇത്. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.